ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കോലത്തില് ഞാൻ എന്റെ മോളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. പിന്നെ ഈ ജന്മം കളരിക്കൽ കുടുംബത്തിലെ ഒരാൾക്കും തലയുയർത്തി നടക്കാൻ പറ്റില്ല. മനസ്സിലായോ? കീർത്തി, വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. കീർത്തി, അയ്യോ, എന്റെ മോക്ക് ഇവള് പറയുന്ന ആരും വിശ്വസിക്കരുത്. മുറിക്കകത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചു കയറ്റിയതാ. എല്ലാം അവള് കരുതിക്കൂട്ടി ചെയ്താ. ഹരിതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ എല്ലാരുടെ മുന്നിൽ എന്നെ കുറ്റക്കാരിയാക്കോണം നവി. ഇവളെന്ത് ഭ്രാന്തായി പറയുന്നത്? മോളം മാനം കെടുത്തിട്ട് എന്ന് പ്രസവിക്കുന്നോടാ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? സാർ അങ്ങനെ ചെയ്ത ആളല്ല. മിണ്ടരുത്, നീ മിണ്ടരുത്. ഞങ്ങളുടെ മോളുടെ മാനമാണ് നഷ്ടപ്പെട്ടത്. എല്ലാത്തിനും പരിഹാരം കാണുന്ന കളരിക്കൽ കുടുംബത്തിൽ കാർന്നവരല്ലേ അമ്മ? അമ്മ പറ, ഇതിനെന്താ പരിഹാരം? പറയമ്മേ. നന്ദ, കഥ ഇനി എന്തിനാ നീ അവളെ വിളിക്കുന്നേ? നിശ്ചയം കഴിഞ്ഞ പെണ്ണ് അടുത്ത മുറിയിൽ ഇരുന്നിട്ട് പോലും നീ ഇങ്ങനൊരു കാര്യം ചെയ്തവനല്ലേ? അമ്മായി പരിധി എടുക്കരുത്. എന്നെ ഒരുപാട് ഭരിക്കാൻ തന്നല്ലോ. നീ എന്ത് ചെയ്യും? നിനക്കിതൊക്കെ നിസ്സാരമായിരിക്കും. പക്ഷേ അങ്ങനെ നിസ്സാരമാണെന്ന് നിന്റെ അച്ഛനമ്മയും പറയട്ടെ. എന്താ നന്ദേട്ടാ, നന്ദേട്ടനൊന്നും പറയാനില്ലേ? ഇനി ആരും ഒന്നും പറയണ്ട. നമ്മുടെ മോളുടെ മാനം നശിപ്പിച്ചത് എവനാണെങ്കിൽ അതിനുത്തരം ഏവൻ പറയണം. എന്റെ ഈശ്വര, എന്തൊക്കെ ഈ കുടുംബത്തിൽ നടക്കുന്നേ? ചേച്ചി, ഇതുവരെ കഴിഞ്ഞില്ലേ? തീർന്നു. മാഡ് ഇതുവരെ താഴേക്ക് വന്നിട്ടില്ല. പൂജാമുറിയിൽ വിളക്കും തെളിച്ചിട്ടില്ല. ഇതുവരെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചില്ലേ? ഞാൻ പോയി കത്തിച്ചിട്ട് വരാം. അത് വേണോ? നോക്കാന്നേ. കഴിഞ്ഞു മോളെ. എന്നാ പിന്നെ മാഡത്തിനോട് പറഞ്ഞിട്ട് വാ, ഞാൻ പുറത്ത് നിൽക്കാം. അതെ, വേഗം വന്നേക്കണേ. ശരി. മാഡം, മാഡം. എന്താ? ജോലിയൊക്കെ തീർന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ? അടുക്കള വാതിൽ അടച്ചിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ മാഡം വരാത്തോണ്ട് പൂജാമുറിയിലെ വിളക്കും വെച്ചു. വയ്ക്കോ. വാ, വേഗം കേറി ചേച്ചി.
മുത്തശ്ശി, ഗാഥ നമ്മുടെ കുടുംബത്തിലുള്ളതുകൊണ്ട് മാത്രം ഇവർ ഈ കാണിച്ചു കൂട്ടിയതിനൊക്കെ ഞാൻ പ്രതികരിക്കാത്തത്. കീർത്തിയോട് ഞാൻ അങ്ങനെ തെറ്റിയെന്ന് മുത്തശ്ശി വിശ്വസിക്കുന്നുണ്ടോ? അമ്മയ്ക്ക് എന്റെ അടുത്തുള്ള വിശ്വാസം ഇത്രേ ഉള്ളൂ. അച്ഛാ, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? എന്റെ മോൾക്കുണ്ടായ ഈ മാനക്കേടിനും ഇപ്പൊ തന്നെ പരിഹാരം ചെയ്യണം. എന്ത് പരിഹാരം? നിന്റെ സാറുണ്ടല്ലോ, അവൻ എന്റെ മകളുടെ കഴുത്തില് താലി കെട്ടണം. ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. എന്റെ സാർ എന്തിനാ ഈ പ്രാന്ത് കേട്ടോണ്ടിരിക്കുന്നത്? അടിച്ച് പുറത്താക്കണം എല്ലാത്തിനും കൂടെ. എങ്കിൽ അടിച്ച് പുറത്താക്കാൻ പറയടാ. ഉദയനും നിർമ്മല ഇവിടെ ഇറങ്ങണമെങ്കിലേ ഇവിടെ ചോര വീഴണം. അമ്മയുടെ തീരുമാനമാണ് എനിക്കറിയേണ്ടത്. അമ്മ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ മാനം നഷ്ടപ്പെട്ട ഇവളെ പിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ മുന്നില്, അമ്മയുടെ മടിയില് ഞാൻ ഇവളുടെ കഴുത്ത് അറുത്തിടും. നിർമ്മലയാ പറയുന്നത്. മോനെ നവീനെ, നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ, കുട്ടിക്കാലം മുതലുള്ളതല്ലേ. എന്നിട്ടൊരു കാശുകാരി പെണ്ണെ കണ്ടപ്പോ നീ അവളുടെ പുറകെ എന്റെ മോളെ മറന്നു. എന്നിട്ടും ഇവളുടെ ഹൃദയം തകർന്നപ്പോ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്, നിന്നെ മറക്കാൻ വേണ്ടി. എന്നിട്ട് നീ ഞങ്ങളെ ചതിച്ചല്ലോടാ. ഇതിനൊക്കെ ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? അമ്മേ, കളരിക്കൽ കുടുംബത്തിന്റെ അകത്തളത്തിൽ വെച്ച് ഈ പ്രശ്നം ആരും അറിയാതെ പരിഹരിച്ചാൽ കുടുംബത്തിന്റെ മാനം കാത്തുരക്ഷിക്കാം. അതല്ല എങ്കിൽ ഈ കോലത്തില് ഞാൻ എന്റെ മോളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. പിന്നെ ഈ ജന്മം കളരിക്കൽ കുടുംബത്തിലെ ഒരാൾക്കും തലയുയർത്തി നടക്കാൻ പറ്റില്ല. മനസ്സിലായോ? മാഡം, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യം എന്താ? ഇത്രയ്ക്ക് ചീപ്പായിരുന്നോ നവീൻ? ഛേ, ആരെങ്കിലും അറിഞ്ഞാ സിത്താര മാമിന് എന്ത് നാണക്കേടായിരിക്കും. ഇല്ല സിനി ചേച്ചി, നവീൻ എനിക്ക് നന്നായിട്ട് അറിയാം. നവീൻ ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യില്ല. സ്വന്തം അമ്മയും പോലും നവീനെ ന്യായീകരിച്ച് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ മാഡത്തിന് വേണ്ടത്? ഇതിൽ എന്തോ ചതിയുണ്ട് സിനി ചേച്ചി. അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഗാഥ മാഡം,